بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد قال الحافظ أبو زكريا النووي رحمه الله باب الوصية بالنساء. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ദുർബലരുടെ ഹക്കുകൾ, അവരുടെ ഫضല്, അവരോട് റഹ്മത്ത് കാണിക്കുന്നതിന്റെ മഹത്വം, ഇതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷം ദുർബലരായ ചില വിഭാഗങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞ് യതീം, അതുപോലെ ചെറിയ കുട്ടികൾ, അവരുടെയൊക്കെ ഹക്കിനെ കുറിച്ച്, അവരോടുള്ള ബാധ്യതകളെ കുറിച്ചുള്ള അധ്യായങ്ങൾ നമ്മൾ വായിച്ചു. അതിനുശേഷം അതുമായി ബന്ധമുള്ള ഒരു അധ്യായമാണ് നബി റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ബാബുൽ വസിയത്തി ബിന്നിസ, സ്ത്രീകളുടെ വിഷയത്തിലുള്ള ഉപദേശം. വസിയത്ത് എന്ന് പറഞ്ഞാൽ അൽ അംറുൽ മുഅക്കദ്, ഗൗരവമായി കൽപ്പിക്കുന്ന കാര്യം എന്നാണ് അർത്ഥം. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഗൗരവമുള്ള വസിയത്ത്, ഉപദേശം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല രൂപത്തിൽ നിങ്ങൾ അവരോട് സഹവർത്തിക്കുക, അവരുടെ കൂടെ ജീവിക്കുക. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും, നിങ്ങൾ എത്ര താല്പര്യം കാണിച്ചാലും സ്ത്രീകൾക്കിടയിൽ പൂർണ്ണമായ നീതി പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അഥവാ ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകളോടാണ് പറയുന്നത്. ഫലാ തമീലു കുല്ലൽ മൈലി, പക്ഷേ നിങ്ങൾ പൂർണ്ണമായും ഒരു ഭാര്യയോട് ചായ്വ് കാണിക്കരുത്. ഫതദറുഹാ കൽ മുഅല്ലഖ, അങ്ങനെ മറ്റേ ഭാര്യയെ മുഅല്ലഖത്തായിട്ട് കെട്ടിയിട്ട അവസ്ഥയിൽ, എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വന്തമായി ജീവിക്കാനും വയ്യ, കാരണം ഇവന്റെ ഭാര്യയാണ്, എന്നാൽ തുല്യമായ നീതിയും നടപ്പിലാക്കുന്നില്ല. അങ്ങനെ ആക്കി കളയരുത്. വഇൻ തുസ്ലിഹു വതത്തഖു ഫഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, നിങ്ങൾ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ഇസ്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നന്മ ചെയ്യുകയുമാണെങ്കിൽ ഫഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, അല്ലാഹു തആല നിങ്ങളുടെ വീഴ്ചകൾ പുറത്തു തരും, നിങ്ങളോട് റഹ്മത്ത് ചെയ്യും. ഈ ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? സ്ത്രീകളോട് ഹുസ്നുൽ ഇശ്റ, നല്ല രൂപത്തിൽ പെരുമാറുക, അല്ലെങ്കിൽ മാന്യമായി സഹവസിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. എന്താണ് ഹുസ്നുൽ ഇശ്റ? ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നല്ല രൂപത്തിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയും ഭർത്താവും തന്റെ ഹക്കുകൾ, തനിക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ പൂർണ്ണമായി കിട്ടണം എന്ന് വാശി പിടിക്കാതിരിക്കുക. അതാണ് ഹുസ്നുൽ ഇശ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടാനുള്ള കുറെ ഹക്കുകളുണ്ട്, അതിനെക്കുറിച്ചുള്ള ഹദീസുകൾ ഇനി വരുന്നുണ്ട്. അതുപോലെ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടാനുള്ള ഹക്കുകളുണ്ട്, അത് മുഴുവനായി കിട്ടണം എന്ന് വിചാരിക്കാതെ മറുഭാഗത്ത് വരുന്ന വീഴ്ചകൾ വിട്ടുവീഴ്ച ചെയ്യുക. അതാണ് ഹുസ്നുൽ ഇശ്റ എന്ന് പറയുന്നത്, നല്ല രൂപത്തിലുള്ള സഹവാസം എന്ന് പറയുന്നത്. അത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ മാത്രമല്ല, ആരായിരുന്നാലും. ഇപ്പോ പഠിപ്പിക്കുന്ന ഉസ്താദും വിദ്യാർത്ഥികളും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ കച്ചവടത്തിൽ പരസ്പരം പങ്കാളികളായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും ഒരു മുതലാളിയും തൊഴിലാളിയും ആര് തമ്മിലായിരുന്നാലും അവകാശങ്ങളും ബാധ്യതകളുമുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ മേലുള്ള ബാധ്യതകളിൽ വീഴ്ച വരുന്നുണ്ടാകുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ മറുകക്ഷിയുടെ ഭാഗത്ത് നമ്മോട് ചെയ്യേണ്ട, നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കുറവുകൾ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുക. അതാണ് നല്ല രൂപത്തിലുള്ള സഹവാസം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബഹുഭാര്യത്വത്തെ കുറിച്ചുള്ള ആയത്തോടെ പറഞ്ഞത്. ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകൾക്ക് ഒരിക്കലും പൂർണ്ണമായ നീതി സാധിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ചില ആൾക്കാർ ഈ ആയത്ത് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ ഒരു വിവാഹമേ പാടുള്ളൂ, പൂർണ്ണമായ നീതി സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അപ്പോ ഒന്നേ പാടുള്ളൂ എന്ന് ഇതിന്ന് രണ്ടിൽ നിന്നും കൂടിയായിട്ട് ചില ആൾക്കാർ പറയാറുണ്ട്, വാദിക്കാറുണ്ട്. അത് ശരിയല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ മാനസികമായ സ്നേഹത്തിലും അതുപോലെ തന്നെ പരിഗണനയിലും ഒക്കെ 100% നീതി പുലർത്തുക എന്നുള്ളതാണ്. അത് മനുഷ്യസാധ്യമല്ല. അങ്ങനെയുള്ള നീതി ഒന്നിലധികം വിവാഹം കഴിക്കാൻ നിബന്ധനയുമല്ല. നേരെ മറിച്ച് സാമ്പത്തികമായ ചെലവുകളിലും അതുപോലെ തന്നെ ദിവസങ്ങൾ വീതിക്കുന്ന കാര്യത്തിലും നീതി പുലർത്താൻ സാധിക്കുന്നവർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാം. ഏതായിരുന്നാലും ഈ ആയത്തോട് കൊടുക്കാനുള്ള കാരണം എന്താണ്? മനുഷ്യന് തന്റെ മേലുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകും. അത് നമുക്കും ഉണ്ടാകും, നമ്മോട് ഇടപഴകുന്ന മറ്റുള്ളവർക്കും ഉണ്ടാകും. അപ്പൊ മറ്റുള്ളവരുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവ് വന്നാൽ നമ്മൾ ദേഷ്യം പിടിക്കുകയും നമ്മളത് വലിയ കാര്യമായിട്ട് കാണുകയും നമുക്ക് മേലുള്ള ബാധ്യതകൾ, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതിൽ നമ്മൾ വീഴ്ച വരുത്തുകയും ചെയ്താൽ അതൊരിക്കലും ശരിയല്ല, അത് ദുൽമാണ്. അപ്പൊ നമുക്ക് ക്ഷമയുണ്ടാകാൻ ഉള്ള ഒരു മാർഗമാണ് എന്ത്? നമ്മുടെ വീഴ്ചകളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. അതാണ് ഹുസ്നുൽ ഇശ്റ, നല്ല സഹവാസം.
അതുപോലെ തന്നെ ഇതിന്റെ ഒരു നിർവചനം, എന്തൊക്കെയാണ് പരസ്പരം ചെയ്തു കൊടുക്കേണ്ടത്, ഭാര്യ ഭർത്താവിന് എന്ത് ചെയ്യണം, ഭർത്താവ് ഭാര്യയ്ക്ക് എന്ത് ചെയ്യണം, ദീൻ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് വരുന്ന ഹദീസുകളിൽ നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം എന്താണോ ഓരോ നാട്ടിലുമുള്ള ഉറുഫ്, നാട്ടുനടപ്പ്, ചില നാടുകളിൽ അവിടെ ഭർത്താവിനോട് പെരുമാറാൻ ചില പ്രത്യേക മര്യാദകളുണ്ടാവും. അതുപോലെ ഭാര്യയോട് ചെയ്തു കൊടുക്കാനുള്ള ചില ഹക്കുകൾ, കടമകളുണ്ടാകും. അത് ആ നാട്ടിലെ ഉറുഫനുസരിച്ച്, അവിടുത്തെ മര്യാദയും അറിയപ്പെട്ട നാട്ടു നടപ്പും അനുസരിച്ച് പെരുമാറണം. വഅൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇനി വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ, സ്ത്രീകളുടെ വിഷയത്തിൽ എന്റെ ഉപദേശം നിങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായി ഉപദേശിക്കുകയാണ്, ഇത് നിങ്ങൾ സ്വീകരിക്കണം, അനുസരിക്കണം. ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ദില, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വാരിയലിൽ നിന്നാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയലിൽ നിന്നാണ് ഹവ്വ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അങ്ങനെ വാരിയലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് പെണ്ണ് എന്ന് പറയുന്നത്. വ ഇന്ന അഅ്വജ മാ ഫിദ്ദിലഇ അലാഹു, അത് തന്നെ വാരിയലിൽ വെച്ച് ഏറ്റവും വളവ് കൂടുതലുള്ളത് അതിന്റെ ഉയർന്ന ഭാഗമാണ്. നമ്മുടെ വാരിയലുകളിൽ മുകളിലുള്ളതായിരിക്കും ഏറ്റവും വളഞ്ഞത്. ഫഇൻ ദഹബ്ത തുഖീമുഹു, ഒരു വാരിയല് ഈ വളഞ്ഞ ഒരു എല്ലെടുത്തിട്ട് അതിന്റെ വളവ് തീർക്കാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? കസർത്തഹു, അത് പൊട്ടുകയായിരിക്കും ഫലം. വഇൻ തറക്തഹു, അത് ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വിട്ടാലോ ലം യസൽ അഅ്വജ്, അത് വളഞ്ഞു തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പൊ സ്ത്രീകളിൽ കാണുന്ന കുറവുകൾ, ന്യൂനതകൾ, അത് തിരുത്താതെ അത് എങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ ആ ന്യൂനതകൾ അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പൊ തിരുത്തണം. എന്നാലോ അത് നേരെയാക്കാൻ ശ്രമിച്ചാൽ, എല്ലാ തെറ്റും തിരുത്തി പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചാൽ കസർത്തഹു, അത് പൊട്ടിപ്പോവുകയായിരിക്കും ഫലം. ഫസ്തൗസൂ ബിന്നിസാ, അതുകൊണ്ട് സ്ത്രീകളുടെ കാര്യം നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും ഇടയിലായിരിക്കണം. പൂർണ്ണമായും അവരുടെ എല്ലാ തെറ്റുകളും തിരുത്തി അവരെ ഒരു മാസൂമാക്കി മാറ്റും എന്ന് തീരുമാനിക്കരുത്. അതുപോലെ തന്നെ അവരുടെ തെറ്റുകളും കുറവുകളും തിരുത്താതെ, ഉപദേശിക്കാതെ അവരെങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. വഫി റിവായത്തിൻ ഫി സഹീഹൈൻ, ബുഖാരിയിലും മുസ്ലിമിലുള്ള മറ്റൊരു റിവായത്ത്, അൽ മർഅതു ഖദ്ദിലഇ, ഒരു പെണ്ണ് ഒരു വാരിയല് പോലെയാണ്. ഇൻ അഖംതഹ കസർതഹ, അത് നീ നേരെയാക്കിയാൽ അത് പൊട്ടിക്കുന്നതിന് തുല്യമായിരിക്കും. വൈൻ ഇസ്തംതഅത ബിഹ, നീ അവളിൽ നിന്ന് കിട്ടാനുള്ളത് അനുഭവിക്കുകയാണെങ്കിൽ ഇസ്തംതഅത ബിഹ വഫിഹ അവജ്, ആ വളവോടുകൂടി നിനക്ക് അത് അനുഭവിക്കാം എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണിൽ നിന്ന് കിട്ടാനുള്ള ഹക്കുകൾ, അവകാശങ്ങൾ, അവളുടെ എല്ലാ തെറ്റുകളും തിരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രം മതി എന്ന് തീരുമാനിക്കാതെ അവളിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള അവകാശങ്ങൾ സ്വീകരിക്കുക. ആ കുറവുകൾ, അതിൽ വരുന്ന വീഴ്ചകളൊക്കെ നിലനിൽക്കെ തന്നെ ഒത്തുചേർന്ന് ഒന്നിച്ച് ജീവിച്ചു പോവുക എന്നുള്ളത് അതായിരിക്കും ശരിയായ നയം. അടുത്ത ഹദീസ്, അൻ അബ്ദുല്ലാഹി ഇബ്നു സംഅത റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ അൻ-നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബ് വദക്കറ അൻ-നാഖത വല്ലദി അഖറഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുത്ബ നടത്തുന്നത് അബ്ദുല്ലാഹി ഇബ്നു സംഅ റളിയല്ലാഹു അൻഹു കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഖുത്ബുൻ ദായിമ, സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഖുത്ബകൾ, വെള്ളിയാഴ്ചത്തെ ഖുത്ബ, അതുപോലെ തന്നെ പെരുന്നാളിന്റെ ഖുത്ബ, ഇസ്തിസ്ഖാ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിലുള്ള ഖുത്ബ, അതുപോലെ കുസൂഫ് ഗ്രഹണ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒപ്പം നടത്തിയിരുന്ന ഖുത്ബ, ഇതൊക്കെ പതിവായിട്ടുള്ളതാണ്. എന്നാൽ ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കുമായിരുന്നു, മെമ്പറിൽ കയറി സംസാരിക്കുമായിരുന്നു. ഖുത്ബുൻ ആരിള അല്ലെങ്കിൽ ഖുത്ബുൻ താരിഅ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ കയറി ഉപദേശിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഗൗരവമുള്ള കാര്യം വഹയായിട്ട് ഇറങ്ങിയാൽ അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂട്ടി പ്രസംഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. എന്നിട്ട് സമൂദ് ഗോത്രത്തെക്കുറിച്ച്, അവര് ഒട്ടകത്തെ അറുത്തതിനെ കുറിച്ചൊക്കെ ഖുത്ബയിൽ പരാമർശിച്ചു. എന്നിട്ട് പറഞ്ഞു, സുമ്മ ദക്കറ നിസാഅ ഫവഅവ ഫീഹിന്ന, സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. സ്ത്രീകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു സഹാബത്തിനെ. എന്നിട്ട് പറഞ്ഞു, യഅ്മിദു അഹദുക്കും ഫയജ്ലിദു ഇംറഅതഹു ജൽദൽ അബ്ദ്, നിങ്ങൾ ചില ആളുകൾ അവർ തന്റെ ഭാര്യയെ അടിമയെ അടിക്കുന്നത് പോലെ അടിക്കും. ഫലഅല്ലഹു യുവാജിഉഹാ മിൻ ആഖിരി യൗമിഹി, എന്നിട്ട് അന്ന് തന്നെ ഒരുപക്ഷെ അവളോട് കൂടെ ശയിക്കാൻ, അവളുമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സ്ത്രീകളെ അടിക്കുന്ന കാര്യം. സ്ത്രീകളെ അടിക്കാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട് ചില സന്ദർഭങ്ങളിൽ. എപ്പോഴാണ് അടിക്കേണ്ടത്? ഫൈനത്തൈന ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ ഫാഹിശത്ത്. ഫാഹിശത്ത് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ, മുഫസ്സിരീങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് അനുസരണക്കേട്. ഭർത്താവ് കൽപ്പിക്കുന്നത്
പ്രവർത്തിക്കാതെ അനുസരണക്കേട് കാണിക്കുക, പറഞ്ഞ കാര്യം അനുസരിക്കാതിരിക്കുക, അങ്ങനെയുള്ള സന്ദർഭത്തിൽ അടിക്കാൻ അനുവാദമുണ്ട്. ആ അടി എങ്ങനെയായിരിക്കണം? ഫുഖഹാക്കള് ഒരുപാട് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ 7 ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഭർത്താവ് തന്റെ ഹക്കുകൾ നിറവേറ്റുന്ന ആളായിരിക്കണം. എല്ലാ കാര്യത്തിലും ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്തം, ഖവ്വാമത്ത്, ആ പെണ്ണിന്റെ രക്ഷാധികാരി എന്നുള്ള സ്ഥാനം അത് നിർവഹിക്കുന്ന ആളായിരിക്കണം. അതല്ലാത്ത ഒരാൾക്ക് അടിക്കാൻ അവകാശമില്ല. പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിലും അടിക്കാൻ അവകാശമില്ല. അതുപോലെ തന്നെ അടിക്കുന്നത് എന്തായിരിക്കണം? ഗൈറു മുബർരിഹ്, അത് മുറിവ് വരുത്താത്ത, പരിക്ക് പറ്റാത്ത അടിയായിരിക്കണം. അതുപോലെ തന്നെ ആ അടി അതിനു മുമ്പായി ഉപദേശിച്ചിരിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, ഈ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടാണ് 7 ഷർത്തുകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഷർത്ത് പാലിക്കാത്ത അടിയെക്കുറിച്ചാണ് വിശ്വാസത്തോടെ പറഞ്ഞിട്ടുള്ളത്. അടിമയെ അടിക്കുന്നത് പോലെ പരിക്ക് പറ്റുന്ന രീതിയിൽ, നല്ല വേദനയാകുന്ന രീതിയിൽ അടിക്കും. അപ്പൊ അടി എന്ന് പറയുന്നത് ദർബു തഅദീബ്, തഅദീബിന് വേണ്ടി, അവർക്ക് എന്റെ അടുത്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ഉണർത്തൽ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ പോക്ക് ശരിയല്ല എന്നറിഞ്ഞിട്ടുണ്ട് എന്ന് ഒരു സൂചന നൽകുന്ന രീതിയിലുള്ള അടി. അങ്ങനെയല്ലാതെ ഒരു അടിമയെ അല്ലെങ്കിൽ മൃഗത്തേക്ക് അടിക്കുന്നത് പോലെ അടിക്കും, എന്നിട്ട് ഇവളുടെ കൂടെ കിടന്നുറങ്ങുകയും ചെയ്യും. ഇത് വലിയൊരു വൈരുദ്ധ്യമാണ്, ഒരു ദുൽമാണ് എന്ന് വിശ്വാസം പറയുകയുണ്ടായി. وعن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يفرق مؤمن مؤمنة, മുഅ്മിനായ ഒരു മനുഷ്യൻ മുഅ്മിനത്തായ ഒരു സ്ത്രീയെ അഥവാ തന്റെ ഭാര്യയെ വെറുക്കരുത്. ഇൻ കരിഹ മിൻഹ ഖുലുഖൻ, അവളുടെ എന്തെങ്കിലും ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, റദിയ മിൻഹ ആഖർ, മറ്റു പല സ്വഭാവങ്ങളും ഇഷ്ടമുണ്ടായിരിക്കുമല്ലോ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇത് കുടുംബജീവിതം സന്തോഷവും സമാധാനവുമായി മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല ഒരു പരിഹാരം, ഒരു മാർഗമാണ് വിശ്വാസം ഇവിടെ പഠിപ്പിക്കുന്നത്. എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ടാകും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും. അത് സ്വാഭാവികമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിൽ, നമ്മൾ കുറച്ചു നേരം ഒന്നിച്ച് ചെലവഴിക്കുന്ന ആൾക്കാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ മരണം വരെ ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ് വിശ്വാസം പറയുന്നത്. ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മറ്റ് പല സ്വഭാവങ്ങളും ഇഷ്ടമുണ്ടല്ലോ എന്ന് ചിന്തിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു പെരുമാറ്റം ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ എന്ത് ചെയ്യുക? റദിയ മിൻഹ ഖുലുഖൻ ആഖർ, മറ്റു പല നല്ല സ്വഭാവം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുക. നമ്മൾ ഒന്നിച്ച് കഴിച്ചുകൂട്ടിയുള്ള നല്ല കാലത്തെക്കുറിച്ച് ചിന്തിക്കുക, നല്ല അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളവളാണല്ലോ, അല്ലെങ്കിൽ ഇന്ന ജോലികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, കുട്ടികളെ നോക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പൊ ആ ദേഷ്യം കുറയും. ഇത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാത്രമല്ല, എല്ലാ ബന്ധങ്ങളും നമുക്ക് പാലിക്കാവുന്ന ഒരു മര്യാദയാണ്. നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ നമ്മോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ ഒരു ദിവസം പറഞ്ഞൊരു വാക്ക് പാലിക്കാൻ സാധിച്ചില്ല, അപ്പൊ എത്രയോ പ്രാവശ്യം, ചിലപ്പോൾ 100 പ്രാവശ്യം ആ വാക്ക് പാലിച്ചിട്ടുണ്ടാകും, 100 പ്രാവശ്യം നമ്മെ സഹായിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള നല്ല അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. അത് പ്രശ്നങ്ങൾ കുറയാൻ കാരണമാകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ആളുകളും വിചാരിക്കുന്നത് 100% സ്നേഹത്തോടെ പരസ്പരം ഇണക്കത്തോടെ ആണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ത്വലാഖ് സംഭവിക്കുന്നത്. എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന് ത്വലാഖ് ചെയ്യും. കാരണം എന്താ? അവർ വിചാരിക്കുന്നത് എല്ലാ വീടുകളിലും 100% പരസ്പരം യോജിച്ചിട്ടും പരസ്പരം സ്നേഹത്തോടെയുമാണ് ഭാര്യാഭർത്താക്കന്മാർ ജീവിക്കുന്നത് എന്നാണ്. അത് ശരിയല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസർ കാണാൻ സാധിക്കും, ഇന്ന അഖല്ല ബുയൂത്തൽ മുസ്ലിമീന ബുനിയ അലൽ ഹുബ്, സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞുകൂടുന്ന മുസ്ലിം വീടുകൾ വളരെ കുറവാണ്. നേരെ മറിച്ച് അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമും ഇഹ്സാനും ഒക്കെയാണ് നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകാനുള്ള മാർഗം. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മുസ്ലിമാണല്ലോ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മകളാണല്ലോ, അല്ലെങ്കിൽ ഇയാളൊരു മുസ്ലിമാണല്ലോ, അങ്ങനെ നമ്മൾ പരസ്പരം ഇഹ്സാൻ ചെയ്യേണ്ടവരാണല്ലോ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടവരാണല്ലോ. ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അധിക കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ, പരസ്പരം നല്ല ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വീഴ്ചകൾ എല്ലാവർക്കും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാൽ കുടുംബജീവിതം മുന്നോട്ട് പോകും. عن عمرو بن الأحوص الجشمي رضي الله عنه أنه سمع النبي صلى الله عليه وسلم في حجة الوداع يقول بعد أن حمد الله تعالى وأثنى عليه وذكر ووعظ ثم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ അല്ലാഹുവിനെ സ്തുതിച്ചു, അതുപോലെ പല കാര്യങ്ങളും ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, അലാ വസ്തൗസു ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ എന്റെ ഉപദേശം സ്വീകരിക്കുക. നോക്കൂ, നിങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സഹാബത്തിനോട് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തുള്ള സംഭവമാണ്.
അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ, ഉമ്മത്തിന്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സംഭവമാണ് മക്ക കീഴടക്കി ശേഷം നടക്കുന്ന ഹജ്ജാണ്. അവിടെ തന്റെ അനുയായികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. 100,000-ൽ പരം സഹാബത്തുണ്ടായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണുന്നത്. ഇത്രയും സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുങ്ങിയ ഒരു ഖുത്ബയാണ് നടത്തുന്നത്. ആ ഖുത്ബയിൽ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. അപ്പൊ എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണിത്. തന്റെ മേലുള്ള ബാധ്യതകൾ, ഹക്കുകൾ അള്ളാഹു നാളെ ചോദ്യം ചെയ്യും എന്ന ബോധമുള്ള ഒരാൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകും. സ്ത്രീകൾ എന്ന് പറയുന്നത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. അതുപോലെ തന്നെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരെന്ന് പറയുന്നത് അവർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗമാണ്. ഈ ഒരു കാര്യം ചിന്തിച്ചാൽ കേവലം ദുനിയാവിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ പരസ്പരം നന്നായി പെരുമാറണം എന്ന് ചിന്തിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ഗൗരവം ഈ വിഷയത്തിൽ നമ്മൾ കൊടുക്കും. ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടാനും ശിക്ഷിക്കപ്പെടാനും ഇത് കാരണമാകും. ഈ സ്ത്രീകളുടെ വിഷയത്തിൽ, ഭാര്യമാരുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ ഈ അമാനത്ത് നമ്മൾ എത്രമാത്രം നിറവേറ്റി എന്നുള്ളത് അല്ലാഹു തആല ചോദ്യം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പറയുകയാണ്, ഫഇന്നമാ ഹുന്ന അവാനിൻ ഇൻദകും, അവർ നിങ്ങളുടെ അടുത്ത് ബന്ദികളാണ്, യുദ്ധത്തിൽ പിടിച്ച തടവുകാരെ പോലെ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവിന്റെ അനുവാദമില്ലാതെ അവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ഭർത്താവിന്റെ അനുവാദമില്ലാതെ അവർക്കൊന്നും ചെയ്യാനുള്ള അധികാരം അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അനുവദിക്കരുത് എന്നല്ല. പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അനുവദിക്കണം. അവർക്ക് എന്തെങ്കിലും ഹാജത്ത് ആവശ്യമുണ്ടെങ്കിൽ അനുവാദം കൊടുക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത് ഇജ്മാ ഉള്ള കാര്യമാണെന്ത്, ഒരു പെണ്ണിന് ദീനിയായ ഒരു മസ്അല അറിയാൻ ഒരു ഫത്വ കൊടുക്കുന്ന മുഫ്തിയുടെ അടുത്ത് പോകണമെങ്കിൽ ഭർത്താവ് തടഞ്ഞാലും അവൾക്ക് പോകാം. ഭർത്താവിന് ഇൽമില്ലെങ്കിൽ അവർക്ക് പോകാം. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ, ദീനിയായ ആവശ്യങ്ങളും ദുനിയവിയായ ആവശ്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കണം. എന്നാലും അവർ നിങ്ങളുടെ കീഴിലാണുള്ളത്. ലൈസ തംലികൂന മിൻഹുന്ന ശൈഅൻ ഗൈറ ദാലിക്, ഇതല്ലാതെ നിങ്ങൾക്ക് അവരുടെ മേൽ അധികാരമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുവാദമില്ലാതെ അവർ സ്വതന്ത്രരായി നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഹക്കുകൾ അവർ നിറവേറ്റണം. അതിൽ കവിഞ്ഞ ശറഅ നിങ്ങൾക്ക് തന്നിട്ടില്ലാത്ത അധികാരം നിങ്ങൾ കാണിക്കരുത്. ഇല്ല അൻ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യന, വ്യക്തമായ ധിക്കാരം അവർ ചെയ്യുന്നത് വരെ, അഥവാ പറഞ്ഞ കാര്യം അനുസരിക്കുന്നില്ല, ഭർത്താവിനെ അനുസരിക്കേണ്ടത് അവരനുസരിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ ഫഇൻ ഫഅൽന ഫഹ്ജുറൂഹുന്ന ഫിൽ മവാജിഅ, അവരെ കിടപ്പറയിൽ നിങ്ങൾ ഹജ്ർ ചെയ്യുക. അപ്പൊ അതാണ് ആദ്യത്തെ മാർഗം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മവാജിഇ വദ്രിബൂഹുന്ന, അവരെ ആദ്യം ഉപദേശിക്കണം. രണ്ടാമത്തേതായി കിടപ്പറയിൽ അവരെ ഹജ്ർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുന്ന ശാരീരിക ബന്ധം പാടില്ല, അത് കുറെ ദിവസം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഉലമാക്കൾ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അതിന്റെ അർത്ഥം ഭാര്യ ഒരു റൂമിലും ഭർത്താവ് വേറെ റൂമിലും അല്ലെങ്കിൽ വേറെ വീട്ടിലും വേറെ സ്ഥലത്ത് താമസിക്കുക എന്നല്ല, വീട് വിട്ടു പോവാന്നല്ല, നേരെ മറിച്ച് അവളോട് സംസാരിക്കാതിരിക്കുക വീട്ടിൽ വെച്ച്. അതുപോലെ തന്നെ ശാരീരിക ബന്ധം ഉപേക്ഷിക്കുക, അതാണ് ഹജ്ർ എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുക, അത് വീടിനുള്ളിലായിരിക്കണം. ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, വീടിന് പുറത്ത് അവർ ഹജ്ർ ചെയ്യരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിലല്ലാതെ ഭാര്യയെ ഹജ്ർ ചെയ്യരുത്, പിണങ്ങി നിൽക്കരുത്. എന്താണ് അതിന്റെ അർത്ഥം? ഹദീസ് വായിക്കുമ്പോൾ വിശദീകരിക്കാം. അപ്പൊ വീട്ടിൽ വെച്ച് മാത്രം അവരോട് പിണങ്ങി നിൽക്കുക. വദ്രിബൂഹുന്ന ദർബൻ ഗൈറ മുബർരിഹ്, നിങ്ങൾ അടിക്കുകയാണെങ്കിൽ പരിക്ക് പറ്റാത്ത രീതിയിൽ അടിക്കുക. ഫൈൻ അത്അനകും ഫലാ തബ്ഗു അലൈഹിന്ന സബീല, എന്നിട്ട് അവരനുസരിച്ചാൽ, അടിക്കുന്നതിന് മുമ്പായി അല്ലെങ്കിൽ അടിക്കുന്നതിന് ശേഷം അവരനുസരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിയോ ആക്ഷേപമോ ഒന്നും പാടില്ല. അലാ ഇന്ന ലക്കും അലാ നിസാഇക്കും ഹഖ്ക, അല്ലെ? ആലോചിച്ച് നോക്കൂ, ചില ആൾക്കാർ ഉപദേശിച്ചിട്ട് ഭാര്യ നന്നായിട്ടുണ്ടാകും, എന്തെങ്കിലും തെറ്റ് ചെയ്തു, പറഞ്ഞത് അവൾ അനുസരിച്ച് പിന്നീട് നല്ല രീതിയിലായി, പിന്നീട് വർഷങ്ങളോളം ചിലപ്പോൾ പതിറ്റാണ്ടുകളോളം ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ കുട്ടികളുടെ മുമ്പിൽ, ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ, നാട്ടിൽ മുഴുവൻ ഈ കാര്യം അറിയിക്കും. അത് ഒരിക്കലും ശരിയല്ല. ഫലാ തബ്ഗു അലൈഹിന്ന സബീല, അവരനുസരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നടപടിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അലാ ഇന്ന ലക്കും അലാ നിസാഇക്കും ഹഖ്ക, അറിയുക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ചില ഹക്കുകൾ കിട്ടാനുണ്ട്, ചില അവകാശങ്ങളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രത്യേകതയാണ്, ഓരോരുത്തർക്കുമുള്ള ഹക്കുകൾ ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന നിയമവ്യവസ്ഥകളിൽ അതിൽ എല്ലാവരുടെ ഹക്കുകളും നശിക്കുകയായിരിക്കും ചെയ്യുക. ആർക്കും അവന് കിട്ടാനുള്ള ഹക്കുകൾ കിട്ടുകയില്ല. എന്നാൽ ഇസ്ലാമിൽ എല്ലാവരുടെയും ഹക്ക് കിട്ടും, അല്ലെ? ഇപ്പൊ നോക്ക് നിങ്ങൾ, മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമങ്ങളിൽ എന്തെല്ലാം വൈരുദ്ധ്യങ്ങളായിരിക്കും. എല്ലാവരുടെയും ഹക്ക് ഹനിക്കുന്നതായിരിക്കും. മാതാപിതാക്കൾക്ക് അവരുടെ ഹക്കില്ല. 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം. 18ആയ മകൾക്ക് വേറൊരുത്തനെ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റാം, ഉപ്പാക്കൊന്നും ചോദിക്കാൻ പാടില്ല. ഇതാണ് മനുഷ്യനുണ്ടാക്കിയ നിയമം. അതുപോലെ തന്നെ അവൾക്ക് തോന്നിയവന്റെ കൂടെ ഇറങ്ങിപ്പോകാം, അതിന് കാവൽ നിൽക്കുകയായിരിക്കും, അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കുകയായിരിക്കും മനുഷ്യനുണ്ടാക്കുന്ന നിയമവ്യവസ്ഥകൾ.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കുമുള്ള ഹക്കുകൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ചില ഹക്കുകളുണ്ട്, ചെയ്യേണ്ട ബാധ്യതകളുണ്ട്, അവരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ചില അവകാശങ്ങളുണ്ട്. വലി നിസായിക്കും അലൈക്കും ഹക്ക. അതുപോലെ നേരെ തിരിച്ച് എന്തുണ്ട്? ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ഭർത്താക്കന്മാരുടെ മേൽ അവർക്ക് ചില അവകാശങ്ങളുണ്ട്. ഫഹഖുക്കും അലൈഹിന്ന. ഇനി എന്താണ് ഹക്കുകൾ എന്നും ഇസ്ലാം വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് കിട്ടാനുള്ളത്, ഭർത്താക്കന്മാർക്ക് കിട്ടാനുള്ളത്? അല്ലാ യൂതിന ഫുറുഷക്കും മൻ തക്റഹൂൻ. നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾ വെറുക്കുന്നവരെ അവർ ഇരുത്താൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിന് വെറുപ്പുള്ള ഒരാളെ, അയാൾ ഇഷ്ടപ്പെടാത്ത ഒരാളെ വീട്ടിൽ പ്രവേശിപ്പിച്ച് ഇരുത്തി ആദരിക്കാൻ പാടില്ല. വലാ യഅ്ദന്ന ഫീ ബുയൂതിക്കും ലിമൻ തക്റഹൂൻ. വീട്ടിൽ ഒരാൾ കയറുന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ അറിവും അനുവാദവും ഉണ്ടായിരിക്കണം. അലാ വഹഖുഹുന്ന അലൈക്കും. ഇനി അവർക്കുള്ള ഹക്ക് എന്താണ്? അൻ തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതുആമിഹിന്ന. അവരുടെ ഭക്ഷണവും വസ്ത്രവും നിങ്ങൾ നൽകണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാര്യ എത്ര സമ്പന്നയായിരുന്നാലും, അവളുടെ അടുത്ത് കോടികളുണ്ട്, എത്രയുണ്ടായിരുന്നാലും അവളുടെ ഭക്ഷണവും വസ്ത്രവും അത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഭാര്യമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അവകാശം. وعن معاوية ابن حيدة رضي الله عنه قال قلت يا رسول الله ما حق زوجة أحدنا عليه. معاوية بن حيدة رضي الله عنه പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചോദിച്ചു, മാ ഹഖു സൗജതി അഹദിന അലൈഹി. ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളുടെ മേലുള്ള അവകാശം എന്താ? നോക്കൂ, നിങ്ങൾ സഹാബത്ത് വളരെ പേടിച്ചിരുന്ന കാര്യമാണ് ഓരോരുത്തരുടെയും ഹക്കുകൾ നിറവേറ്റുക എന്നുള്ളത്. എന്താ എഴുതുന്നത്? വേറെ എന്തെങ്കിലും എഴുതണ്ട. ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ഹക്കുകൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും എന്ന പേടി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്, ഭാര്യമാർക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്? ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുത്ഇമഹ ഇദാ തഅംത. നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവൾക്കും ഭക്ഷണം കൊടുക്കണം. വതക്സൂഹ ഇദാ തസൈത. നീ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അവളെയും വസ്ത്രം ഉടുപ്പിക്കണം. ചില ആളുകൾ അവർ കൂട്ടുകാരുടെയൊക്കെ കൂടി വളരെ സമ്പന്നന്മാരെ പോലെ ജീവിക്കും, നല്ല ഭക്ഷണം. വീട്ടിൽ ഭാര്യ പട്ടിണിയായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയും മക്കളും വളരെ മിസ്കീനായിട്ടായിരിക്കും, ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലായിരിക്കും. പക്ഷെ അവരുടെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം കൂട്ടുകാരുടെ കൂടെ കമ്പനി അടിച്ച് അങ്ങനെ ആർഭാടത്തിൽ ചെലവഴിക്കും. അത് ശരിയല്ല. നേരെ മറിച്ച് അവർ നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കുകയും വസ്ത്രം ധരിക്കുകയും വേണം. വലാ തദ്രിബിൽ വജ്ഹ. മുഖത്തടിക്കാൻ പാടില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ അടിയുടെ ഷർത്തിലൊന്നാണ് മുഖത്തടിക്കാൻ പാടില്ല. മുഖത്തടിക്കുക എന്നുള്ളത് ഹറാമാണ്. ഒരു അവസ്ഥയിലും അത് പാടില്ല. ഒരു കാഫിറിനെ യുദ്ധത്തിൽ അടിക്കുമ്പോൾ വരെ മുഖത്ത് അടിക്കാനോ വെട്ടാനോ പാടില്ല. കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുള്ളതാണ് മുഖമെന്ന് പറയുന്നത്. എല്ലാവരും ഏറ്റവും കൂടുതൽ വില വെക്കുന്ന, സ്വന്തം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വില നൽകുന്ന അവയവമാണ് മുഖമെന്ന് പറയുന്നത്. വലാ തുഖബ്ബിഹ്. അതുപോലെ തന്നെ ആക്ഷേപിക്കരുത്. ചില ആൾക്കാർ എന്ത് ചെയ്യും? നിസ്സാര കാര്യത്തിന് ആക്ഷേപിക്കും. നീ ഇന്ന ആളെ മോളല്ലേ, ഇന്ന ഉമ്മാന്റെ മകളല്ലേ, അല്ലെങ്കിൽ ഇന്ന തറവാട്ടിൽ നിന്നല്ലേ, ഒന്നുമില്ലാതെ ഇങ്ങോട്ട് കയറി വന്നതല്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? തഖ്ബീഹ്, മോശമാക്കുക. അല്ലെങ്കിൽ മുഖത്തിന്റെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ ആക്ഷേപിക്കുക. അതിനൊക്കെയാണ് തഖ്ബീഹ് എന്ന് പറയാം. മലയാളത്തിലൊരു പഴഞ്ചൊല്ലി, ഒരു നാടൻ പ്രയോഗമുണ്ട്. എന്താണ്? നിന്റെ മുഖം കണ്ടാല് നായ കഞ്ഞി കുടിക്കൂല എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ മോശമായ വാക്കുകളാണ്. ഒരു മനുഷ്യന്റെ അല്ലാഹു തആല ആദരിച്ചിട്ടുള്ള അവയവമാണ് മുഖമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് ഒരാളുടെ ശരീരം. അതിലെന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ കുടുംബം, അതാരും തെരഞ്ഞെടുക്കുന്നതല്ല. ചിലപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അയ്ബുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു കുറവുള്ള കുടുംബം തന്നെ ആയിരിക്കും, ചീത്തപ്പേരുള്ള കുടുംബമായിരിക്കും. പക്ഷെ അതൊന്നും മനുഷ്യൻ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിലൊക്കെ ആക്ഷേപിക്കുന്നത് ഹറാമാണ്. വലാ തുഖബ്ബിഹ് വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്. വീട്ടിലല്ലാതെ പിണങ്ങി നിൽക്കരുത്. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാര് വീടിന്റെ പുറത്ത് തമ്മിൽ തെറ്റി നിൽക്കരുത്. എന്താ അതിന്റെ ഉദ്ദേശം? അർത്ഥം എന്താണ്? തെറ്റിയ കാര്യം, തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന കാര്യം പുറത്താരും അറിയരുത്. അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഇവർ കുറച്ച് കഴിഞ്ഞിട്ട് നന്നാവും, പക്ഷേ ഈ വിവരം അറിഞ്ഞവരുടെയൊക്കെ മനസ്സിലതുണ്ടാവും. ഉദാഹരണത്തിന്, ഭാര്യയെ 2 ദിവസം ഹജ്ർ ചെയ്തു, മിണ്ടുന്നില്ല. ഈ വിവരം നേരെ അവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ മോള് ഇങ്ങനെ എന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ അറിയിച്ചു. അല്ലെങ്കിൽ അയൽവാസികളെ അറിയിച്ചു. ഇങ്ങനെ വാർത്ത ഇവളുടെ വീട്ടിലെത്തി എന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ നന്നായാലും ഈ പെണ്ണിന്റെ ഉമ്മാന്റെ മനസ്സിൽ, ഉപ്പാന്റെ മനസ്സിൽ ഇതുണ്ടാകും. പിന്നെ അവർ തമ്മിലുള്ള ബന്ധം നന്നായിക്കൊള്ളുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ നന്നാവാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. പക്ഷെ അമ്മോശനും അമ്മയുമായിട്ട് നന്നാവാൻ അത്ര അവസരങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അവർ വേറെ നാട്ടിലായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ പഴയതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാകും. അതൊക്കെ അവര് വീണ്ടും കുത്തിപ്പൊക്കി
ത്വലാഖിലെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിലല്ലാതെ പിണങ്ങി നിൽക്കരുത്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും പൂർണ്ണമായ ഈമാനുള്ളത് അഹ്സനുഹും ഖുലുഖ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാകുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. നമ്മുടെ ഈമാൻ കൂടുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു മാർഗമാണ്. നമ്മുടെ സ്വഭാവം നന്നാകുന്നുണ്ടോ നമുക്കറിയാം. നമ്മൾ കുറച്ച് ദിവസം ജമാഅത്ത് നമസ്കാരത്തിലൊക്കെ സജീവമായി ഖുർആൻ ഓതി ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് തഹജ്ജുദ് നമസ്കരിച്ച് സുന്നത്ത് നോമ്പൊക്കെ നോറ്റാൽ നമ്മുടെ സ്വഭാവം നന്നാകും. ആരോടും ദേഷ്യം പിടിക്കാൻ നമുക്ക് തോന്നൂല, വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ തോന്നും. നേരെ മറിച്ച് നമ്മുടെ ഇബാദത്തുകൾ കുറവാണെങ്കിൽ, നമ്മുടെ ഈമാൻ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിസ്സാര കാര്യത്തിന് ദേഷ്യം വരും. അതുപോലെ തന്നെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടെണ്ണം തിരിച്ചു പറയും, നമ്മുടെ സ്വഭാവം മോശമാകും. അപ്പൊ സ്വഭാവം നന്നാവുക എന്നുള്ളത് ഈമാൻ കൂടുക എന്നുള്ളതിന്റെ അടയാളമാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, ഇനി നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മേഖല വിശ്വാസം പറയാം. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. നല്ല സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തം വീട്ടിൽ ഭാര്യമാരോട് പെരുമാറുന്ന പെരുമാറ്റമാണ്. അപ്പൊ കാരണം എന്താ? മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റും. നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യമാര്, മക്കൾ, ഇവരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും മികച്ചവൻ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ. وعن إياس بن عبد الله بن أبي ذباب رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تضربوا إماء الله, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്രിബു ഇമാ അല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ അടിക്കരുത്. ആദ്യകാലത്ത് സ്ത്രീകളെ അടിക്കുന്നത് നിരുപാധികം വിലക്കിയിരുന്നു, ഹറാമാക്കിയിരുന്നു. ഫജാ ഉമർ റളിയല്ലാഹു അൻഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഫഖാല പറഞ്ഞു, ദഇർന നിസാഉ അലാ അസ്വാജിഹിന്ന, സ്ത്രീകള് ഭർത്താക്കന്മാരോട് ദുൽമ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അടിക്കരുതെന്ന് പറഞ്ഞോടുകൂടി അവർ പിന്നെ തോന്നിയതുപോലെയാണ് പെരുമാറുന്നത്, പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീകൾ അടിക്കുക എന്നുള്ളത് മുമ്പേ ഉള്ളതാണ്. അത് ഇസ്ലാം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവനവന്റെ ഹക്ക് കൊടുത്തിട്ടുണ്ട്. ഭർത്താവിനുള്ള ഹക്കാണ് ഭാര്യയെ അടിക്കുക എന്നുള്ളത്. ചിലപ്പോ ഇന്നത്തെ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളിൽ അത് ഹറാമായിരിക്കും, പക്ഷെ അത് അള്ളാഹു കൊടുത്തിട്ടുള്ള ഹക്കാണ് ഭാര്യമാരെ അടിക്കുക എന്നുള്ളത്. ആ അടി നിബന്ധനകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം, പരിധി വിടാൻ പാടില്ല എന്നുള്ളത് സ്ത്രീകളുടെ ഹക്കാണ്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നിരുപാധികം അടി പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം, ആ സ്ഥാനമായിരുന്നു ഇസ്ലാമിലുള്ളതെങ്കിൽ ഈ അടിക്കെന്ത് പ്രസക്തിയാണുള്ളത്? അങ്ങനെ അടിക്കാവുന്ന ഒരു ബന്ധമാണോ ഒന്ന് ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ളത്? ചെറിയൊരു അടി അടിക്കുമ്പോഴത്തേക്ക് ഭാര്യക്ക് പേടി ഉണ്ടാകും, അങ്ങനെ അവൾ ആ തെറ്റ് തിരുത്തും. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ഒരു പേടി ഉണ്ടാകണമെങ്കിൽ ഭർത്താവിനോട് എത്ര ബഹുമാനം ഉണ്ടായിരിക്കണം ഭാര്യക്ക്. ഇന്ന് സ്ത്രീകൾ ഭർത്താക്കന്മാരോടുള്ള പെരുമാറ്റം അനുസരിച്ച് അവർക്ക് ചെറിയൊരു അടി കിട്ടിയാൽ പേടി വരുമോ? ഇല്ല. കാരണം അത്രയും കൂട്ടുകാരെ പോലെ ആയിട്ടുണ്ട്. സ്നേഹം ഉണ്ടായിരിക്കണം, പക്ഷെ ബഹുമാനവും ഉണ്ടായിരിക്കണം ഭർത്താവിനോട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭർത്താക്കന്മാർക്ക് കൊടുത്തിട്ടുള്ള ഹക്കാണ്. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെ അടിക്കരുതെന്ന് പറഞ്ഞപ്പോ അവർ പരിധി വിട്ടിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വന്ന് പരാതി പറഞ്ഞു. ഫഅതാഫ ബിആലി റസൂലില്ലാഹി ഫറഖസ ഫി ദർബിഹിന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കാൻ അനുവാദം കൊടുത്തു. ഫഅതാഫ ബിആലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കസീറുൻ യഷ്കൂന അസ്വാജഹുന്ന. അങ്ങനെ അപ്പൊ നേരെ അടുത്ത പ്രശ്നം, ആളുകൾ എന്ത് ചെയ്തു? അടി തുടങ്ങി. അങ്ങനെ സ്ത്രീകൾ പലരും വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് ചുറ്റും പരാതിയുമായിട്ട് വരാൻ തുടങ്ങി. ഒരുപാട് പരാതി വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഖദ് അദാഫ ബിആലി ബൈതി മുഹമ്മദിൻ നിസാഉൻ യഷ്കൂന അസ്വാജഹുന്ന. ഭർത്താക്കന്മാരെ കുറിച്ച് പരാതിയുമായി ധാരാളം സ്ത്രീകൾ വന്നിട്ടുണ്ട്. ലൈസ ഉലൈക ബിഖിയാരിക്കും, ആ പരാതി പറയപ്പെട്ട ഭർത്താക്കന്മാർ അവർ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരല്ല. അപ്പൊ സഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല ദർജയുള്ള നല്ല സ്ഥാനമുള്ളവരല്ല അവർ. അതുകൊണ്ട് പിന്നെ നല്ല സ്വഭാവം വേണം, ഈമാൻ കൂടണം, ഉയർന്ന സ്ഥാനം വേണം, ദീനിയായിട്ട് ഉയരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ മതാ, ദുനിയാവ് എന്ന് പറയുന്നത് അല്പകാലം നമുക്ക് അനുഭവിക്കാനുള്ള ഒരു വിഭവമാണ്. മതാ എന്ന് പറഞ്ഞാൽ യാത്രയിലൊക്കെ കൊണ്ടുപോകുന്ന ലഗേജ്, അതിനൊക്കെ മതാ എന്ന് പറയും. ചെറിയൊരു വിഭവമാണ് ദുനിയാവ്. വഖൈറു മതാഇഹ, അതിലേറ്റവും നല്ലത് അൽ മർഅതു സാലിഹ, സ്വാലിഹത്തായ ഒരു സ്ത്രീയാകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഈ ദുനിയാവ് എന്ന് പറയുന്നത് നിസ്സാരമാണ്. നമ്മൾ കുറച്ചു കാലമേ ഇവിടെ ജീവിക്കാൻ പോകുന്നുള്ളൂ. അതിൽ എന്താണ് ഹൈറ്, അതിലെന്താണ് അനുഭവിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാത്തവര് വിഡ്ഢികളാണ്. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്,
മസാക്കീൻ അഹ്ലി ദുനിയ, ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ മിസ്കീന്മാരാണ്. ഖറജു മിന ദുനിയ വലം യദൂഖു അത്യബ മാ ഫീഹ, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്താണ് എന്ന് അനുഭവിക്കാതെയാണ് അവർ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ദിക്റുല്ലാഹ്, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ, ഇബാദത്തിന്റെ ആസ്വാദനം എന്ന് പറഞ്ഞു. അപ്പൊ ദുനിയാവിൽ നമുക്ക് ആസ്വദിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതുപോലും ആസ്വദിക്കാൻ പറ്റാത്തവരാണ് ദീനില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത്. അതിൽപ്പെട്ടതാണ് ഒന്നാമത് ഇബാദത്ത്. അതിൽപ്പെട്ടതാണ് ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാലിഹത്തായ ഒരു ഭാര്യ. സുന്ദരിയായ ഭാര്യ എന്നല്ല പറഞ്ഞത്, അൽമർഅത്തു സ്വാലിഹ, സ്വാലിഹായ ഭാര്യ. അതുപോലെ തന്നെ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഹലാലായ പണം, അതുപോലെ സ്വാലിഹ്യങ്ങളായ മക്കൾ, ഇതൊക്കെ ദുനിയാവിൽ ആസ്വദിക്കേണ്ട കാര്യങ്ങളാണ്, ദുനിയാവിൽ നമുക്ക് ലക്ഷ്യം വെക്കാവുന്ന കാര്യങ്ങളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, സ്വാലിഹത്തായ ഭാര്യ. സ്വാലിഹത്ത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നല്ല ഭംഗിയുള്ള സ്ത്രീ ആയിരിക്കും, പക്ഷെ സ്വഭാവം മോശമാണെങ്കിലോ ഒരു ഭർത്താവിനോട് കൂടെ ജീവിക്കാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് ഭംഗി കുറവാണ്, പക്ഷെ സ്വാലിഹത്താണെങ്കിലോ നല്ല സ്വഭാവമുള്ളവരാണെങ്കിലോ അത് ആ ഭംഗിക്ക് പകരം അവരുടെ ഈ സ്വഭാവം അതിന് പരിഹാരമായിരിക്കും. നല്ല സ്വാലിഹായ ഒരു ഭാര്യ ഉണ്ടാവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത്തൊയ്യിബാത്തു ലിത്തൊയ്യിബീന അൽ ഖബീസാത്തു ലിൽ ഖബീസീന വത്തൊയ്യിബാത്തു ലിത്തൊയ്യിബീന. ഈ ആയത്തിന്റെ പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊരു വ്യാഖ്യാനം എന്താണ്? സ്വാലിഹായ സ്ത്രീകൾ സ്വാലിഹായ ആളുകൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് സ്വാലിഹായ ഭാര്യ വേണോ? വിവാഹം കഴിച്ച ആളാണെങ്കിലും തന്റെ ഭാര്യ നന്നാവണോ? അതിനുള്ള മാർഗം നമ്മൾ നന്നാവുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കയ്യിലാണ് മനസ്സ്. അപ്പൊ നമ്മൾ നന്നാവുന്നതനുസരിച്ച് ഭാര്യമാര് നന്നാവും. സലഫു സാലിഹ്യങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്റെ സ്വഭാവം മോശമാകുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ് മനസ്സിലാക്കുക? മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ, എന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ എന്ന് വേണ്ട, എന്റെ വാഹനത്തിന്റെ പെരുമാറ്റത്തിൽ. ഒട്ടകത്തിന്റെ സ്വഭാവം വരെ മാറും നമ്മൾ നന്നാവുന്നതനുസരിച്ച്. എന്ന് മാത്രമല്ല, വീട്ടിലെ എലിയുടെ പെരുമാറ്റത്തിലൂടെ വരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്റെ ഈമാൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ. എന്നാൽ എലിയൊക്കെ പരക്കം പായുന്നതിന്റെ വേഗമൊക്കെ കൂടും, ശല്യമൊക്കെ കൂടും ഈമാൻ കുറയുന്നതിനനുസരിച്ച്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനും തഖ്വയും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ നന്നാക്കും. അപ്പോൾ ഭാര്യമാര് നന്നാകാനുള്ള മാർഗങ്ങൾ വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ഇത് തന്നെയാണ്, നമ്മുടെ ദീന് കൂടുക എന്നുള്ളത്. ഇസ്തഖീമു യുസ്തഖം ബിക്കും, ഒരു ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ ഇസ്തിഖാമത്ത്, നേരെ ചൊവ്വേ ദീൻ മുറുകെ പിടിച്ചാൽ യുസ്തഖം ബിക്കും, നിങ്ങളെ കൊണ്ട് മറ്റുള്ളവരും ഇസ്തിഖാമത്തിലാകും. നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളെ കാണുന്നവരൊക്കെ നന്നാകും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സഹിഹാക്കിയുള്ള ഹദീസാണ്. ഔലിയാഉല്ലാഹ് ഇദാ റുഉ ദുക്റല്ലാഹു തആല, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വരും. അപ്പൊ നമുക്ക് ദീനുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അള്ളാഹിന് ഓർമ്മ വരും, അവര് അള്ളാഹുവിനെ അനുസരിക്കും. അതുപോലെ തന്നെ നല്ല വരുമാനം, ഹലാലായ വരുമാനം അവർക്ക് കൊടുക്കുക എന്നുള്ളത് അവർ നന്നാകാനുള്ള ഒരു മാർഗമാണ്. ഹലാലായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, ഹറാമ് കലരാതിരിക്കുക നമ്മുടെ വരുമാനത്തിൽ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, ഹലാലായ ഭക്ഷണം കഴിക്കുക, സ്വാലിഹായ അമൽ ചെയ്യുക. ഉലമാക്കൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ഭക്ഷണം കഴിക്കുന്ന കാര്യവും സ്വാലിഹായ അമൽ ചെയ്യുന്ന കാര്യവും ഒന്നിച്ച് പറയാൻ കാരണം, ഭക്ഷണം ഹലാലാകുന്നതനുസരിച്ച് അമലുകൾ നന്നായി വരും. അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ അവരുടെ അമലും നന്നായി വരും. അവരുടെ അമൽ നന്നായാൽ ഭർത്താക്കന്മാരെ അനുസരിക്കുക എന്നുള്ളത് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ അമലാണ്. അവൾ 5 നേരം നമസ്കാരവും നോമ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്വാലിഹായ അമൽ ഭർത്താവിനെ അനുസരിക്കലും ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യലും തന്നെയാണ്. അപ്പോ അതൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ അമലു സാലിഹാത്ത്, പൊതുവെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. വമൻ യഅമൽ മിനസ് സാലിഹാതി മിൻ ദക്രിൻ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, ആരാണോ ഈമാനോടുകൂടി അമലു സാലിഹാത്ത് ചെയ്യുന്നത് അവർക്ക് ഹയാതൻ ത്വയ്യിബ, നല്ല ജീവിതം ഞാൻ നൽകും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഭാര്യമാരും നമ്മളും ഒക്കെ അമലുകൾ നന്നാക്കിയാൽ നമ്മുടെ ജീവിതം നന്നാകും, അവരുടെ ജീവിതം നന്നാകും. ഇതൊക്കെയാണ് ഈ അൽമർഅത്തു സാലിഹ, സാലിഹായ ഒരു ഇണ ഉണ്ടാവാനുള്ള മാർഗം. അടുത്ത ബാബ്, ബാബു ഹഖ്ഖി സൗജി അലൽ മർഅ, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടാനുള്ള ഹക്കുകൾ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാവരുടെ ഹക്കുകളും ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടു മിസ്കീനെ കുറിച്ച്, യതീമിനെ കുറിച്ച്, അതുപോലെ തന്നെ ദഅഫത്തുൽ മുസ്ലിമീൻ, വലൈക്കും അസ്സലാം, മുസ്ലിമീങ്ങളിൽപ്പെട്ട ദുർബലരുടെ ഹക്കുകൾ. അതുപോലെ ഭാര്യയുടെ ഹക്കുകളെ കുറിച്ച് പറഞ്ഞു. ഇനി ഭർത്താവിന്റെ ഹക്കുണ്ട്. ഇന്ന് ഭാര്യയുടെ ഹക്കിനെ കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട്, പ്രത്യേക പ്രസ്ഥാനങ്ങളുണ്ട്, അതിന് ആൾക്കാരുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ ആൾക്കാരുണ്ട്. പുരുഷന്മാരുടെ ഹക്ക് അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. പുരുഷന്മാരുടെ ഹക്ക് അവര് ബലം പ്രയോഗിച്ച് വാങ്ങേണ്ട അവസ്ഥയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചില ബാധ്യതകളുണ്ട് എന്നുള്ള കാര്യം അതും ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല അല്ലാഹു തആല അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ ഖവ്വാമൂൻ, സംരക്ഷകരാകുന്നു.
ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്, അള്ളാഹു ചിലർക്ക് ചിലരെക്കാൾ ഫദ്ൽ കൊടുത്തതിനാൽ. അപ്പൊ ഇസ്ലാമിന്റെ അഖീദയാണെന്ത്? ജിൻസുർ റിജാൽ അഫ്ളലു മിൻ ജിൻസിൻ നിസാ, പുരുഷവർഗം സ്ത്രീവർഗത്തെക്കാൾ അഫ്ളലാകുന്നു. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്, അള്ളാഹു ചിലർക്ക് മറ്റു ചിലരെക്കാൾ ഫദ്ൽ നൽകിയിരിക്കുന്നു. അത് ഫിൽ ജുംല, മൊത്തത്തിൽ പറയുമ്പോഴാണ്. മൊത്തത്തിൽ പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ അഫ്ളൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമുല മിനർ റിജാലി കസീർ, പുരുഷന്മാരിൽ ധാരാളം ആളുകൾ കമാലിൽ എത്തിയിട്ടുണ്ട്, പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്. വലം യക്മുൽ മിനൻ നിസാഇ ഇല്ലാ, സ്ത്രീകളിൽ പൂർണ്ണതയിൽ എത്തിയിട്ടുള്ളത് ഇന്നവർ മാത്രമാണ്. അതുകൊണ്ട് എണ്ണി പറഞ്ഞു, ആസിയ ബിൻതു മുസാഹിം, മറിയം ബിൻതു ഇമ്രാൻ, ഖദീജ ബിൻതു ഖുവൈലിദ്, ഇങ്ങനെ പറഞ്ഞ് അവരുടെ പേരുകൾ 3-4 പേര് എണ്ണി പറഞ്ഞു. അപ്പൊ പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ അഫ്ളൽ എന്നുള്ളത് തർക്കമില്ല. പക്ഷെ അതിനർത്ഥം എന്തല്ല, എല്ലാ പുരുഷനും എല്ലാ സ്ത്രീയെക്കാളും നല്ലതാണ് എന്നർത്ഥമില്ല. ചില സ്ത്രീകൾ ചില പുരുഷന്മാരെക്കാൾ നന്നായിരിക്കും. പക്ഷെ ഒരു സമൂഹം എന്നുള്ള നിലക്ക്, ഒരു വർഗം എന്നുള്ള നിലക്ക് പുരുഷന്മാരാണ് അഫ്ളൽ. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അതുപോലെ തന്നെ പുരുഷന്മാർ ചെലവഴിക്കുന്നതിന്റെ പേര്, അല്ലെ, ഭാര്യമാർക്ക് വേണ്ടി ചെലവഴിക്കൽ ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ കായികയുണ്ട്, എന്താണ്? ഒരാളുടെ ഉത്തരവാദിത്തം കൂടുന്നതനുസരിച്ച് അവന്റെ സ്ഥാനവും അവകാശങ്ങളും ഒക്കെ വർദ്ധിക്കും. അപ്പൊ നഫഖത്ത്, പണം ചെലവഴിക്കൽ എന്നുള്ളത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ടുകൂടിയാണ് ഈ പറഞ്ഞ കാര്യം. ഫസ്സാലിഹാതു, അതിനാൽ സാലിഹായ സ്ത്രീകൾ എന്ത് ചെയ്യും? ഖാനിതാത്തുൻ, അനുസരണയുള്ളവരായിരിക്കും. ഹാഫിദാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിദല്ലാഹ്, അതുപോലെ ഭർത്താവില്ലാത്ത സമയത്ത്, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അള്ളാഹു സംരക്ഷിച്ചതൊക്കെ, അഥവാ ഭർത്താവിന്റെ സമ്പത്തും അവരുടെ ശരീരവും അഭിമാനവും ഒക്കെ അവർ സംരക്ഷിക്കും. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഅ അർ-റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, ഒരു ഭർത്താവ് ഭാര്യയെ തന്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചാൽ, ഫലം തഅതിഹി, അവൾ ആ ക്ഷണം സ്വീകരിച്ചില്ലെങ്കിൽ, ഫബാത ഗദ്ബാന അലൈഹ, അതിന്റെ പേരിൽ അവൻ ദേഷ്യത്തോടെ രാത്രി കഴിച്ചുകൂട്ടിയാൽ, ലഅനത്ഹൽ മലായികതു ഹത്താ തുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ ഈ സ്ത്രീയെ ശപിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഭർത്താവിന്റെ ഏറ്റവും വലിയ ഹക്കാണ് അവൻ ആവശ്യപ്പെടുന്ന സമയത്ത്, അവൻ ക്ഷണിക്കുന്ന സമയത്ത് ശാരീരിക ബന്ധത്തിന് തയ്യാറാവുക എന്നുള്ളത്. ഇത് ഭർത്താവിന്റെ ഹക്കാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കബീറത്താൻ, വൻപാപമാണ്. ഒരു ഭാര്യ അതിന് തയ്യാറാവാതിരിക്കുക എന്നുള്ളത്. എത്രത്തോളം വെച്ചാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു പെണ്ണിന്റെ അടുത്ത ബന്ധുക്കൾ മരണപ്പെട്ടു, വാപ്പയോ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ മരണപ്പെട്ടു. അപ്പോഴാണെങ്കിലോ 3 ദിവസം ഇഹ്ദാദ് ഉണ്ട്, 3 ദിവസം ദുഃഖം ആചരിക്കാൻ പറ്റും. ഭംഗിയുള്ള വസ്ത്രമൊന്നും ഇടാതെ, അതുപോലെ തന്നെ പിന്നെ ആഭരണങ്ങളൊന്നും ധരിക്കാതെ 3 ദിവസം ദുഃഖം ആചരിക്കാൻ പറ്റും. പക്ഷെ ആ 3 ദിവസത്തിലാണെങ്കിൽ പോലും ഭർത്താവ് ആവശ്യപ്പെട്ടാൽ അനുസരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല, അതിന് അവകാശമില്ല എന്നാണ് പറയുന്നത്. രോഗമുണ്ടെങ്കിൽ ഒഴികെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഒഴികെ. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭർത്താവ്, ഈ പുരുഷൻ മറ്റു ഹറാമുകളിലേക്ക് പോകും. അതുകൊണ്ട് നഷ്ടമാർക്കായിരിക്കും? ഈ ഭാര്യക്കും കുടുംബത്തിനും എല്ലാവർക്കും നഷ്ടമായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആളുകൾ, ചില പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് പിന്നെ ഒരു മസാല പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഭാര്യയും ഭർത്താവും വേറെ വേറെ വിരിപ്പിലാണ്, വേറെ വേറെ ബെഡിലാണ് കിടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ചില പണ്ഡിതന്മാർക്ക്. കാരണം ഇദാ ദഅ ഇലാ ഫിറാശിഹി, തന്റെ വിരിപ്പിലേക്ക് ഇങ്ങോട്ട് ക്ഷണിച്ചാൽ എന്നാണ് പറഞ്ഞത്. പക്ഷെ ചില പണ്ഡിതന്മാർ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ഹദീസിലെ ലഫ്ദിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം, ഏതാണ് അഫ്ളൽ, ഹറാം ഹലാലിന്റെ കാര്യമല്ല, ഏതാണ് അഫ്ളൽ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അപ്പോ മലക്കുകളുടെ ശാപം കിട്ടുന്ന വൻപാപമാണ് ഈ പറഞ്ഞ സംഗതി. അടുത്ത ഹദീസ് ആണ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യഹല്ലു ലിംറഅത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇذനിഹി വലാ തഅദന ഫീ ബൈതിഹി ഇല്ലാ ബിഇذനിഹി. ഭർത്താവ് ഹാജരുണ്ടായിരിക്കെ, ഭർത്താവ് യാത്രയിലൊന്നുമല്ല, വീട്ടിലുണ്ട്, അങ്ങനെയുള്ള സമയത്ത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ സുന്നത്തായ നോമ്പ് നോൽക്കാൻ ഒരു സ്ത്രീക്ക്, പെണ്ണിന് അവകാശമില്ല. അപ്പൊ ഭർത്താവിന്റെ അടുത്ത ഹക്കാണ്. സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ ഭാര്യ ഭർത്താവിനോട് സമ്മതം ചോദിക്കണം. നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഭാര്യ ഭർത്താക്ക ബന്ധമുള്ള ബന്ധം, അത് ഇങ്ങനെയുള്ള ഒരു ബന്ധമാണോ? ഇങ്ങനെ ബഹുമാനിക്കുന്ന, ഇങ്ങനെ സ്ഥാനം വെച്ച് അവകാശം കൊടുക്കുന്ന ഒരു ബന്ധമാണോ ഉള്ളത്? ഇന്ന് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ദുൽമ് ഭാര്യമാർ ഭർത്താക്കന്മാരോടാണ് ചെയ്യുന്നത്. ഭർത്താക്കന്മാരുടെ ഹക്ക് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണത്. ഭർത്താക്കന്മാരുടെ ഹക്ക് മനസ്സിലാക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം സ്ത്രീകളും. അതുകൊണ്ടാണ് സമൂഹത്തിൽ എല്ലാവിധ ഹറാമുകളും കുത്തഴിഞ്ഞ ജീവിതവും ഉണ്ടാകുന്നത്. ഭർത്താക്കന്മാരുടെ ഹക്ക് ഭാര്യമാർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നേരെ തിരിച്ചു ദുൽമ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ 2 ദുൽമും ഹറാമാണ്. ഭർത്താക്കന്മാരുടെ ഹക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അറിയാതെ ദുൽമ് ചെയ്യുന്ന ധാരാളം സ്ത്രീകളുണ്ട്.
وعن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال كلكم راع നിങ്ങളെല്ലാവരും ഭരണാധികാരികളാകുന്നു വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി ഓരോരുത്തരോടും അവനവന്റെ ഭരണീയരെ കുറിച്ച് അവന്റെ കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വൽ അമീറു റാഇൻ രാജ്യത്തിന്റെ അമീർ ഭരണാധികാരിയാണ്. വറജുലു റാഇൻ ഒരു പുരുഷൻ ഭരണാധികാരിയാണ്. അല അഹ്ലി ബൈത്തിഹി തന്റെ വീട്ടുകാരുടെ കാര്യത്തിൽ. അപ്പൊ വീട്ടിലെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കാര്യത്തിൽ ചോദ്യം ചെയ്യും. അവിടെ ദീനിന്റെ കാര്യത്തിൽ ഒന്നാമത് അല്ലെ, ദീനിന്റെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായി ഈ വിചാരണ ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ അവസ്ഥ, അവരുടെ വസ്ത്രധാരണം, അവർ സമൂഹത്തിൽ ഇടപെടുന്നത്, അവരുടെയൊക്കെ ഇഫ്ഫത്ത്, ദീൻ അവർക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ആദരവാണ് അവരുടെ ശരീരം മറക്കുന്ന വസ്ത്രം ധരിക്കുക, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അകന്ന് സമാധാനമായി ജീവിക്കുക എന്നുള്ളത്. ഈ അവകാശം ഇത് തങ്ങളുടെ ഹക്കാണ്, അവകാശമാണെന്ന് സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല. നേർമറിച്ച് ആർക്കും കണ്ട് ആസ്വദിക്കാവുന്ന രൂപത്തിൽ, കണ്ടു മാത്രമല്ല വേണമെങ്കിൽ സംസാരിച്ചും അതിനപ്പുറത്തും ചെയ്യാവുന്ന രൂപത്തിൽ ഇവരിറങ്ങി നടക്കുകയാണ് സ്ത്രീകൾ. ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? സ്ത്രീകൾക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് അന്യപുരുഷന്മാർ തന്നെ കാണുന്നത്. താൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന് ഈ സാധുക്കൾക്കറിയില്ല. അവരുടെ മനസ്സ് ചിലപ്പോൾ ശുദ്ധമായിരിക്കും, പക്ഷേ നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ മിക്സഡായിട്ട് പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഈ പെൺകുട്ടികൾ വിചാരിക്കുന്നത് എന്തൊരു സ്നേഹവും എന്തൊരു സംരക്ഷണമൊക്കെയാണ് ഇവര് നമുക്ക് തരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇവരോടൊക്കെ നന്നായിട്ട് സംസാരിക്കും. ഇങ്ങനെ സംസാരം കഴിഞ്ഞ് ഇങ്ങോട്ട് മാറുന്നിട്ട് ഈ ആൺകുട്ടികൾ പെൺകുട്ടികളെ കുറിച്ച് എന്താണ് പറയാ, നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പഠിച്ചവർക്കറിയാം. അപ്പോ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോകുന്നതോ പഠിക്കുന്നതോ ജോലി ചെയ്യുന്നതോ വലിയ അത്ഭുതമില്ല. നേരെ മറിച്ച് അവരങ്ങോട്ട് പറഞ്ഞയക്കുന്നവനാണ് ആണും പെണ്ണും അല്ലാത്ത ആൾക്കാർ. സാധിക്കുമെങ്കിൽ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാതെ അവരെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യൽ നിർബന്ധമല്ലേ? ഇങ്ങനെ ഇവരെക്കുറിച്ച് എന്തൊക്കെ പുരുഷന്മാർ സംസാരിക്കും, എങ്ങനെയൊക്കെ അവർ കാണും, എന്തൊക്കെ അവർ ചെയ്യും എന്നൊക്കെ അറിഞ്ഞിട്ട് അവരെങ്ങോട്ട് പറഞ്ഞേക്കുന്ന ഒരു പിതാവിന്റെ അവസ്ഥ എന്താണ്? ജാഹിലിയ കാലത്ത് അറബികൾക്കുണ്ടായിരുന്ന ഗൈറത്ത് പോലും ഇന്ന് പുരുഷന്മാരെന്ന് പറയുന്ന വർഗത്തിന് ഇല്ലാതായിട്ടുണ്ട്. ജാഹിലിയ കാലത്ത് മുശ്രിക്കുകളായിരുന്ന അറബികൾ അവരുടെ സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് അങ്ങേയറ്റത്തെ ഗൈറത്തുണ്ടായിരുന്നു. സ്ത്രീകൾക്കും അവര് ഒരു അന്യപുരുഷൻ തന്നെ നോക്കുന്നത് അവരിഷ്ടപ്പെടുമായിരുന്നില്ല. ജാഹിലിയ കാലത്തുള്ള ഒരു കവിത കിതാബുകളിലെ തഫ്സീറുകളിലൊക്കെ കാണാം. ഒരു പെണ്ണ് പറയുന്നതായിട്ട്, സഖത്തൻ നസീഹു, ഒരു പെണ്ണിനെ കുറിച്ച് പറയുകയാണ്, സഖത്തൻ നസീഹു വത്തഖത്ന ബിൽ യദി സഖത്തൻ നസീഹു വലം യുരിദ് ഇസ്ഖാതഹു ഫതനാവലത്ഹു ഫത്തഖത്ന ബിൽ യദി. സഖത്തൻ നസീഹു, അവിടെ തലയിലുള്ള തട്ടം താഴേക്ക് വീണു. അപ്പൊ ഈ തട്ടം എന്ന് പറയുന്നത് മുഖം കൂടി മറക്കുന്നതായിരുന്നു ജാഹിലിയ കാലത്ത് വരെ. അത് ഈ ബൈത്ത് മുഴുവൻ വായിച്ചാൽ മനസ്സിലാവും. സഖത്തൻ നസീഫ്, ആ തലയിലെ തട്ടം വീണു. വലം തുരിദ് ഇസ്ഖാതഹു, അവൾ കരുതി കൂട്ടി വീഴ്ത്തിയതല്ല. ഫതനാവലത്ഹു, അവൾ അത് കൈകൊണ്ടെടുത്തു. വത്തഖത്ന ബിൽ യദി, മറ്റേ കൈകൊണ്ട് ഞങ്ങളെ അവൾ തടഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? മുഖം ഒരു കൈകൊണ്ട് മറച്ചുകൊണ്ട് മറ്റേ കൈകൊണ്ട് തട്ടമെടുത്തു എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ കുറിച്ച് കാണാം. അപ്പൊ മുഖം മറക്കുന്നത് വരെ ജാഹിലിയ കാലത്ത് മാന്യന്മാരായ സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിരുന്നു. ജാഹിലിയത്തിലുണ്ടായ ഒരു സംഭവം, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉമ്മയായ അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ ഭാര്യയായ ഹിന്ദ് ബിൻത് ഉമയ്യ റളിയല്ലാഹു അൻഹ, അവരുടെ ചരിത്രത്തിൽ കാണാം. അവരുടെ ഭർത്താവ് ജാഹിലിയത്തിൽ മറ്റൊരാളായിരുന്നു. അബൂ സുഫിയാന് മുമ്പ് മറ്റൊരു വ്യക്തി അവരെ വിവാഹം ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ ഭർത്താവ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് സംസാരിക്കുന്ന ഒരു ടെന്റ് ഉണ്ട് അവരുടെ വീടിന് മുന്നിൽ. അറബികൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, മരുഭൂമിയിൽ ഇങ്ങനെ ഒരു ടെന്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കും. അവിടെ സ്ത്രീകളെ വരാൻ ഇയാൾ അനുവദിക്കുകയില്ല, ഭാര്യമാരങ്ങോട്ട് അടുക്കുമായിരുന്നില്ല. ഒരിക്കൽ ഹിന്ദ് റളിയല്ലാഹു അൻഹ, അവർ മുശ്രിക്കത്തായിരുന്നു ആ സമയത്ത്, അങ്ങോട്ട് പോയി. രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഉറങ്ങിപ്പോയി. ഈ ഭർത്താവ് എഴുന്നേറ്റ് എന്തോ ആവശ്യത്തിന് വേണ്ടി പോവുകയും ചെയ്തു. ഒരാളങ്ങോട്ട് വന്ന് അയാള് ഈ ഹിന്ദ് റളിയല്ലാഹു അൻഹ അവരവിടെ കിടക്കുന്നത് കണ്ട് തിരിച്ചുപോയി, സംസാരിക്കാനൊന്നും നിൽക്കാതെ തിരിച്ചുപോയി. ഇതാണ് സംഭവിച്ചത്. അദ്ദേഹം മടങ്ങുന്ന വഴിക്കാണ് അവരുടെ ഭർത്താവ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഭർത്താവ് ഇയാൾ പോകുന്നത് കണ്ടു. ഇവിടെ വന്ന് ഭാര്യയോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നമായി. ഈ പ്രശ്നം ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി പരിഹരിക്കാൻ അവർ തീരുമാനിച്ചു. ജാഹിലിയ കാലത്ത് കേസ് തീർക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാരുടെ അടുത്തായിരുന്നു പോകാറുണ്ടായിരുന്നത്. നമ്മൾ മുമ്പ് കിതാബ് തൗഹീദിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ജ്യോത്സ്യന് ഗൈബ് അറിയും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നൊക്കെ ജിന്നുകളുടെ ശൈത്താന്മാരുടെ സഹായത്തോടെ ജ്യോത്സ്യം പറയും എന്നാണ് ഒരു വിശ്വാസം.
അങ്ങനെ ജ്യോത്സ്യന്മാർക്ക് അറിയാനൊന്നും സാധിക്കുകയില്ല. വല്ലപ്പോഴും വല്ലതും ശൈത്താന്മാർ എത്തിച്ചു കൊടുക്കും. അതിന്റെ കൂടെ കളവ് കൂട്ടി പറയുകയാണ് ജ്യോത്സ്യന്മാർ ചെയ്യാറുള്ളതെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ വന്ന് ഇവർ ജ്യോത്സ്യന്റെ അടുത്ത് എത്തി. ഈ ജ്യോത്സ്യൻ പറഞ്ഞു, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ആ ജ്യോത്സ്യനെ ശൈത്താൻ അറിയിച്ചു കൊടുത്തത് ശരിയായി എന്ന് പറയാം. അങ്ങനെ ഇവർ മടങ്ങുന്ന വഴിക്ക് ഏതായാലും ഭാര്യ കുറ്റം ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഈ ഭർത്താവ് അവരുടെ കൈപിടിക്കാൻ, ഭാര്യയുടെ കൈപിടിച്ച് നടക്കാൻ വേണ്ടി വന്നപ്പോ അവർ പറഞ്ഞു, ഇല്ല, കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. കാരണം ഇങ്ങനെ ഒരു ആരോപണം, ഒരു വ്യഭിചാരം എന്നൊന്നും പറഞ്ഞിട്ടില്ല, അയാളവിടെ വന്നുപോയി എന്ന് ഭർത്താവ് സംശയിച്ചു എന്നതിന്റെ പേരിൽ പിന്നെ ആ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലൊരു അന്യപുരുഷന്മാർ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അവര് വേണ്ട പോലെ സംസാരിക്കും. സ്ത്രീകൾ ചിലപ്പോൾ സംസാരം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ആളെ പിടിച്ചു നിർത്തിയിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ചില വിഡ്ഢികളായ ഭർത്താക്കന്മാർ എന്ത് ചെയ്യും? വീട്ടിൽ വന്ന ആളുകളെ ഭാര്യയെയും വിളിച്ച് പരിചയപ്പെടുത്തും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഒരു അറബ് രാജ്യത്ത് നടന്ന ഒരു സംഭവം ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു പെണ്ണ് ജോലിക്ക് വന്നു. കുവൈത്തിയായ ഒരു ഷെയ്ഖാണ് പറയുന്നത്. അപ്പോ ഈ പെണ്ണ് ജോലിക്ക് വന്ന് ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടിക്കലരുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും സ്ത്രീകൾ ജോലി ചെയ്യാൻ പാടില്ല. അങ്ങേയറ്റത് ദുറൂറത്ത്, അവർ പട്ടിണി കിടന്ന് മരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങൾ, ഹലാലായ മറ്റെന്തെങ്കിലും മാർഗം കിട്ടുമോ എന്ന് നോക്കുക. അങ്ങനെ അല്ലാത്തൊരവസ്ഥ വന്നാൽ ആ അവസ്ഥയെക്കുറിച്ച് അപ്പൊ പിന്നെ പഠിക്കേണ്ടി വരും. സാധാരണഗതിയിൽ ഇത് പാടില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായിരുന്നാലും ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു പെണ്ണ് ജോലിക്ക് വന്നു. അവൾ വളരെ മറവിലാണ് വരുന്നത്. വസ്ത്രമൊക്കെ നല്ല രീതിയിൽ ധരിച്ചിട്ടുണ്ട്, ഹിജാബുണ്ട്. അപ്പൊ ഇയാൾക്ക് തോന്നി നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് ഇവർ വന്നിട്ടുള്ളത്. അധികം വൈകാതെ എന്ത് ചെയ്യും? അന്യപുരുഷന്മാരുടെ കൂടെ അവിടെ ജോലി ചെയ്ത് അവരോട് സംസാരിച്ച് ഇവരുടെ സ്വഭാവം മാറും എന്ന് ഇയാൾക്ക് തോന്നി. അങ്ങനെ ഈ പെണ്ണിന്റെ ഉപ്പാനെ ഒന്ന് അറിയിക്കണം. വിവാഹം കഴിക്കാത്ത പെണ്ണാണ്. അപ്പൊ ഉപ്പാനെ ഒന്ന് വിവരം അറിയിക്കണം, ഉപദേശിക്കണം എന്ന് ഇയാൾ തീരുമാനിച്ചു. എന്ത് ചെയ്തു? ഇയാളുടെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു? ഈ ഉപ്പ ചായക്ക് കൊടുത്തു. അപ്പൊ ചായ കൊടുത്ത സമയത്ത് ഇയാൾ എന്ത് പറഞ്ഞു? നിങ്ങളെ മോളെ കൂടി ഇങ്ങോട്ട് വിളിക്ക്, അവരും ഇവിടെ ഇരുന്ന് ചായ കുടിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ഇയാൾ അത്ഭുതത്തോടെ തലയിൽ കൈവച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്താ വിളിച്ചുകൂടെ? അവർ ഓഫീസിൽ എന്റെ അടുത്താണല്ലോ ഇരിക്കുന്നത്, അപ്പൊ ഇവിടെ വന്നിരുന്ന് ചായ കുടിച്ചാൽ എന്താ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞതോടുകൂടി ഇയാൾക്ക് കാര്യം മനസ്സിലായി. അയാള് ആ ദിവസം തന്നെ അവർ മകളുടെ ജോലി അവസാനിപ്പിച്ചു. ഇത് വായിച്ചപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി, നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലും ഇതും പറ്റൂല. ചായ കുടിക്കാൻ പറഞ്ഞാൽ മോള് വരും, വന്ന് ചായ കുടിക്കും. അപ്പൊ നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ജാഹിലിയ കാലത്തുള്ള അറബികൾക്കുണ്ടായിരുന്ന ആ ഗൈറത്തും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പെൺമക്കള്, നമ്മുടെ ഭാര്യമാരെന്ന് പറയുന്നത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. അവർ കണ്ടവരുടെയൊക്കെ ഒരു ആസ്വാദ വിഭവമായി മാറാനുള്ളതല്ല. അവർക്ക് വിവാഹപ്രായം എത്തുന്നവരെ വളർത്തി ഒരൊറ്റ പുരുഷനെ പിടിച്ചേൽപ്പിക്കാനുള്ളതാണ്. അതുപോലെ നമ്മുടെ ഭാര്യമാർ നമുക്ക് മാത്രമുള്ളതാണ്. ഈ ഒരു ചിന്ത പുരുഷന്മാർക്ക് വേണം. വറജുലു റാഇൻ, ഭർത്താവ് ഭരണാധികാരിയാണ്. അവന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവൻ അറിഞ്ഞിരിക്കണം. അല അഹ്ലി ബൈത്തിഹി, തന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വലദിഹി, അതുപോലെ ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ, അതുപോലെ അവന്റെ മക്കളുടെ കാര്യത്തിൽ ഭരണാധികാരിയാണ്. അപ്പൊ സ്ത്രീകൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. വീടിന്റെ കാര്യം സ്ത്രീകളാണ് നോക്കി നടത്തേണ്ടത്. ഫകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങളെല്ലാവരും അവനവന്റെ ഭരണീയരെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഉത്തരവാദിത്തം ഒരാളെ ഏൽപ്പിച്ചിട്ട് അത് നസീഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി ആ ഉത്തരവാദിത്തം തന്റെ കീഴിലുള്ള ആളുകളുടെ മസ്ലഹത്ത്, അവരുടെ ഗുണവും അവരുടെ നന്മയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ആരാണോ മരിച്ചു പോകുന്നത് അവൻ സ്വർഗത്തിന്റെ മണം പോലും ലഭിക്കുകയില്ല എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് സ്ത്രീകളുടെ മറ്റൊരു ബാധ്യത. ഭർത്താവിന്റെ വീട് അത് നല്ല രീതിയിൽ ഇസ്ലാമികമായി കൊണ്ടു നടക്കുക എന്നുള്ളത്. അടുത്ത ഹദീസ് അൻ അബി തുൽഖിൻ عن أبي علي طلق بن علي رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا دعا الرجل زوجته لحاجته فلتأته وإن كانت على التنور. ഇത് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ തന്റെ ആവശ്യത്തിന് വേണ്ടി, ശാരീരികമായ ആവശ്യത്തിന് വേണ്ടി ക്ഷണിച്ചാൽ അവൾ എന്ത് ചെയ്യണം? ഫൽതഅതിഹി, അവൾ അവന്റെ അടുത്ത് ചെല്ലണം. വഇൻ കാനത് അല തന്നൂർ, അടുപ്പത്തായിരുന്നെങ്കിൽ പോലും. അപ്പൊ പണ്ട് കാലത്ത് അടുപ്പ് എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്തിക്കൽ വലിയ പണിയായിരിക്കും. ഇപ്പത്തെ ഗ്യാസ് അടുപ്പല്ല. അപ്പോ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയായിരിക്കും. അങ്ങനെ അടുക്കളയിൽ കരിയും പുകയും പിടിച്ച് പണിയെടുക്കുകയാണെങ്കിലും ഭർത്താവ് തന്റെ ആവശ്യത്തിന് വേണ്ടി ക്ഷണിച്ചാൽ അത് അനുസരിച്ചിരിക്കണം. അപ്പൊ ഇത് ഭർത്താവിന്റെ വലിയ ഹക്കാണ്. ഇപ്പൊ ഇന്നത്തെ പോലെ സ്ത്രീകള് ജോലിയിലും രാഷ്ട്രീയത്തിലും പഞ്ചായത്ത് ഓഫീസിലും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബജീവിതം ഉണ്ടാകുമോ?
ഉണ്ടാവുകയില്ല. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഇസ്ലാം ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പരിശുദ്ധിക്ക് അത്രയും സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇത് വെറുതെ കന്നുകാലികളെ പോലെ ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. തോന്നുമ്പോ ഭാര്യയുടെ അടുത്ത് പോകണം, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ല, നേരെ മറിച്ച് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹദീസിൽ, പണ്ഡിതന്മാർ ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെ കണ്ട്, ഭംഗിയുള്ള ഒരു സ്ത്രീയെ കണ്ടു. എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യ സൗദ റളിയല്ലാഹു അൻഹ, അവര് കൂടെ മറ്റു സ്ത്രീകളുമൊക്കെ ഒന്നിച്ചിരുന്ന് എന്തോ അത്തറുണ്ടാക്കുകയാണ്. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കണം അവരെല്ലാരും കൂടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ സൗദ റളിയല്ലാഹു അൻഹ കൂടെയുള്ള സ്ത്രീകളൊക്കെ പിരിച്ചുവിട്ടു. അപ്പൊ പകലായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി ഹദീസിൽ കാണാം. അപ്പൊ മനുഷ്യനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണിത്. ഇങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും ഇവൻ ഈ കണ്ട പെണ്ണിന്റെ കൂടെ നടക്കും, അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമ് ചെയ്യും. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ മനസ്സ് മലിനമാകരുത്, അതിന് ഇസ്ലാം അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. ചിലപ്പോൾ ആയുസ്സിൽ ഒരിക്കലാകും ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. പക്ഷെ അതുണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചിരിക്കുകയാണ്. وعن أبي هريرة رضي الله عنه قال لو كنت آمرا أحدا أن يسجد لأحد عن أبي هريرة عن النبي صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു لو كنت آمرا أحدا أن يسجد لأحد ഞാൻ ഒരാളോട് മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പൊ എത്രയും വലിയ ഹക്കാണ് ഭർത്താക്കന്മാർക്കുള്ളത്. ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. അല്ലാഹുക്കല്ലാതെ ഒരാൾക്കും സുജൂദ് ചെയ്യാൻ പാടില്ല, നമുക്കറിയാം. അങ്ങനെ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. عن أم سلمة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم أيما امرأة ماتت وزوجها عنها راض دخلت الجنة. ഏത് സ്ത്രീയാണോ മരണപ്പെടുമ്പോൾ ഭർത്താവ് അവളെക്കുറിച്ച് തൃപ്തനായിരിക്കുന്നത്, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതിലും വലിയ ഒരു ഫضല് ഇനി എന്താണുള്ളത്? അപ്പോ സ്ത്രീകൾക്ക് ഭർത്താവിന്റെ ആവശ്യത്തിന് എപ്പോഴും സന്നദ്ധരായിരിക്കുക, അവരുടെ വീട് ഇസ്ലാമികമായി കൊണ്ടു നടക്കുക, അതുപോലെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങാതിരിക്കുക, ഇങ്ങനെയുള്ള ബാധ്യതകളുണ്ട്. അതിന് പകരം ഇതാ എത്ര വലിയ സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഭർത്താവിന്റെ തൃപ്തി ഉണ്ടെങ്കിൽ ദഖലത്തിൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. وعن معاذ ابن جبل رضي الله عنه عن النبي صلى الله عليه وسلم قال لا تؤذي امرأة زوجها في الدنيا إلا قالت زوجته من الحور العين لا تؤذيه قاتلك الله فإنما هو عندك دخيل يوشك أن يفارقك إلينا. رواه الترمذي. തിർമിദി ഉദ്ധരിച്ചുള്ള ഹദീസാണ്. ദുനിയാവിൽ വെച്ച് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ ഉപദ്രവിച്ചാൽ, അനുസരണക്കേട് കാണിച്ചാൽ, അവന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ, അയാളുടെ ഇണകളായിട്ടുള്ള ഹൂറുൽ ഐനിൽപ്പെട്ട സ്ത്രീകൾ അവർ പറയും ലാ തുഅദീഹി ഖാതലകില്ല, അല്ലാഹു നിന്നെ നശിപ്പിക്കട്ടെ, നീ അവനെ ഉപദ്രവിക്കരുത്. ഫഇന്നമാ ഹുവ ഇൻദകി ദഖീൽ, അവൻ താൽക്കാലികമായി നിന്റെ അടുത്ത് ജീവിക്കുകയാണ്. യൂഷികു അൻ യുഫാരിഖകി ഇലൈന, നിന്നെ വിട്ട് ഞങ്ങളുടെ അടുത്തവൻ വരാറായിട്ടുണ്ട്. അഥവാ മരണം എന്ന് പറയുന്നത്, നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നമുക്കറിയില്ല അത് എത്രയുണ്ടാകും. ഇനി എത്ര ഉണ്ടായാലും അത് വളരെ നിസ്സാരമാണ്. അപ്പോ അധികം വൈകാതെ ഞങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളവനാണ് ഇവൻ. അപ്പൊ സ്വാലിഹായ മുഅ്മിനായ ഒരു മനുഷ്യന്റെ സ്ഥാനമാണ്. അവൻ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ പരിഹാരം സ്വർഗത്തിലുണ്ട്. ദുനിയാവിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ദുനിയാവിൽ ഉള്ള ഭാര്യയുമായി നല്ല സന്തോഷത്തിലല്ല ജീവിക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം നേരെ തിരിച്ചും പ്രയാസങ്ങളുണ്ട് കുടുംബജീവിതത്തിൽ എന്ന് വിചാരിക്കുക. ഇതിനൊക്കെ പരിഹാരം സ്വർഗത്തിലുണ്ട്. നിസ്സാരമായ ഏതാനും ദിവസങ്ങൾ ക്ഷമിച്ചാൽ അതിനുള്ള പരിഹാരമുണ്ട്. അതുകൂടി ഈ ഹദീസിനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾ അവർ ഭർത്താക്കന്മാരോട് അദബ് പാലിക്കണം. അതിന്റെ പ്രാധാന്യം ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. وعن أسامة بن زيد رضي الله عنهما عن النبي صلى الله عليه وسلم, ഈ ബാബിലെ അവസാനത്തെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ തറക്തു ബഅദി ഫിത്ന ഹിയ അദറു അല الرجال من النساء, എനിക്ക് ശേഷം പുരുഷന്മാർക്ക് സ്ത്രീകളെ പോലെ അപകടകരമായ ഒരു ഫിത്നയും ഞാൻ വിട്ടേച്ചു പോകുന്നില്ല. അപ്പൊ ഏറ്റവും വലിയ ഫിത്ന സ്ത്രീകളുടെ കാര്യത്തിലുള്ളതാണ്. എന്താണ് സ്ത്രീകളുടെ ഫിത്ന എന്ന് പറയുന്നത്? പല രൂപത്തിലുണ്ട്. ഒന്ന്, നമുക്കറിയാം പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പരസ്പരം താല്പര്യമുണ്ടാകുന്ന രൂപത്തിലാണ്. അങ്ങനെ മനുഷ്യനെ വഴിതെറ്റിക്കാൻ നോട്ടത്തിലൂടെ സംസാരത്തിലൂടെ ഒക്കെ വഴിതെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ ഫിത്ന തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഹറാമാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം
കണ്ണ് താഴ്ത്താൻ അല്ലാഹു തആല കൽപ്പിച്ചു. അതുപോലെ തന്നെ ഒരു അന്യ സ്ത്രീയുമായി ഒറ്റപ്പെടരുത്. ലാ യഖ്ലു റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമ. ഒരു സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്ത് ഒറ്റക്കുണ്ടെങ്കിൽ മൂന്നാമത്തേതായി ശൈത്താൻ അവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തനിക്ക് ഹലാലല്ലാത്ത ഒരു സ്ത്രീയെ തൊടുന്നത് തലയിൽ ആണി അടിച്ചിറക്കുന്നതിനേക്കാൾ അപകടമാണ്, അതാണ് കൂടുതൽ നല്ലത്, ആണി അടിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ സ്ത്രീകളുടെ ഈ ഷെറിലേക്ക് എത്തിക്കുന്നതുണ്ടോ അതൊക്കെ ഹറാമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ കൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഫിത്നയാണ് സ്ത്രീകളെ അനുസരിക്കുക എന്നുള്ളത്. സ്ത്രീകൾ പറയുന്ന അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക, ഭാര്യമാർ പറയുന്നത് അനുസരിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് അതും വലിയ ഫിത്ന തന്നെയാണ്. അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ആളുകളുണ്ട്. ഇന്നമിൻ അസ്വാജിക്കും ഔലാദിക്കും അദുവ്വല്ലക്കും. നിങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആയത്തിന്റെ സബബ് നുസൂലായിട്ട് തഫ്സീറിൽ മുഫസ്സിരിങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. ഹിജ്റ പോകുന്ന ആളുകളെ അതിൽ നിന്ന് തടയും. അതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി, ദീനിനു വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വലിയ ഒരു തടസ്സം സ്ത്രീകളായിരിക്കും. താടി വെക്കുന്നത് പറ്റാത്ത സ്ത്രീകളുണ്ട്. അതുപോലെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്നതിൽ പരാതിയുള്ള സ്ത്രീകളുണ്ട്. അതുപോലെ പെൺകുട്ടികളെ കെട്ടിക്കുന്ന സമയത്ത്, വിവാഹം നടത്തുന്ന സമയത്ത് അതിലൊക്കെ ദീനിന്റെ നിയമങ്ങൾ പാലിക്കാതിരിക്കാൻ കാരണമാകുന്ന സ്ത്രീകളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല. അപ്പൊ ഇതൊക്കെ സ്ത്രീകളുടെ ഫിത്നയിൽ പെടുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എനിക്ക് ശേഷം ഇതിലും വലിയ ഒരു ഫിത്ന ഞാൻ വിട്ടുപോകുന്നില്ല. ഈ രണ്ട് നിലക്കായിരുന്നാലും, സ്ത്രീകളെ കൊണ്ട് വ്യഭിചാരം പോലെയുള്ള ഹറാമുകൾ സംഭവിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഭാര്യമാരെ അനുസരിച്ചുകൊണ്ട് ഹറാം ചെയ്യുന്നതാണെങ്കിലും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാൾ ഒരു പെണ്ണിനെ അമിതമായി സ്നേഹിച്ചാൽ, അത് ഹലാലായ പെണ്ണാണെങ്കിൽ പോലും, ഭാര്യയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അടിമയാണെങ്കിൽ, അവന് ഹലാലായിട്ടുള്ള പെണ്ണാണെങ്കിൽ പോലും പരിധി വിട്ട് സ്നേഹിച്ചാൽ അവളുടെ അടിമയെ പോലെയായി മാറും. പിന്നീട് അവൾ പറയുന്നതായിരിക്കും അവന് ശരി. അങ്ങനെയുള്ള അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിൽ ഉൾപ്പെടും. മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അല റിജാലി മിനൻ നിസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും, പിഴപ്പിക്കുന്ന ഫിത്നകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരുടെയും ഹക്കുകൾ നിറവേറ്റി എല്ലാ ബാധ്യതകളും പൂർത്തീകരിച്ച് മരണപ്പെട്ട അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.